2007 പുറത്തിറങ്ങിയ ഒരു സൂപ്പർ ഹീറോ സിനിമയാണ് അണ്ടർഡോഗ്. ഒരു സാധാരണ പട്ടിക്ക് അപൂർവ സാഹചര്യത്തിൽ സൂപ്പർ പവേഴ്സും മനുഷ്യനെ പോലെ സംസാരിക്കാനും പറ്റുന്ന കഴിവുകളൊക്കെ കിട്ടുന്ന കഥയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് അമേരിക്കയിലെ ക്യാപിറ്റൽ സിറ്റിയിൽ വെച്ച് അവിടുത്തെ ക്രൈമുകളെ പറ്റിയൊക്കെ മേയർ സംസാരിക്കുകയാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരുപാട് തെളിയിക്കപ്പെടാത്ത കേസിന്റെ ഫയൽസും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതേസമയം സിനിമയിലെ നായകനായ ബീഗിളിനത്തിൽപ്പെട്ട ഒരു പോലീസ് നായെ കാണിക്കുന്നു. അവനാണെങ്കിൽ പെട്ടെന്ന് മേയറിന്റെ മുന്നിലുള്ള കേസ് ഫയൽസ് നോക്കി കുരക്കുകയും പെട്ടെന്നത് ബോംബാണെന്ന് കരുതി പോലീസ് അവനെ അതിന്റെ അടുത്തേക്ക് വിട്ടതും മേയറിനെ സേഫ് ആക്കി സെക്യൂരിറ്റീസ് അവിടെ നിന്നും കൊണ്ടുപോകുന്നു. അപ്പോഴേക്കും മുഴുവൻ ഫോഴ്സും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ട് അത് തുറക്കുന്നതിന് മുന്നേ പരിശോധിക്കുകയും ഇതിൽ റേഡിയേഷൻ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് അവരത് വളരെയധികം ടെൻഷൻ അടിച്ചുകൊണ്ട് ഓപ്പൺ ആക്കുകയും ചെയ്യും. നോക്കുമ്പോൾ അതിൽ ഒരു ഇറച്ചി കഷ്ണമാണ് ഉള്ളത്. അത് മേയർക്ക് ഗിഫ്റ്റായി അമേരിക്കയിലെ ഒരു പോർക്ക് അസോസിയേഷൻ അയച്ചതാണ് എന്നും ആ കത്തിൽ എഴുതിയത് കണ്ട് എല്ലാവരും ചിരിക്കുകയും ഇങ്ങനത്തെ പട്ടികളൊന്നും പോലീസിൽ വേണ്ടെന്നും പറഞ്ഞ് അതിനെ ഒഴിവാക്കാനും പറയും. ഇതോടെ അത് സങ്കടത്തോടെ പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ മറ്റ് പോലീസ് നായകളൊക്കെ പട്ടികളുടെ ഭാഷയിൽ അതിനെ കളിയാക്കി സംസാരിക്കുകയും അത് അവിടെ നിന്നും പോവുകയും ചെയ്യും. സത്യത്തിൽ നമ്മുടെ നായ്ക്കുട്ടി ബോംബ് മണത്തത് കൊണ്ട് തന്നെയാണ് അവിടെ കുരച്ചത്. പക്ഷേ അവന് തെറ്റുപറ്റിയതാണ്. അങ്ങനെ അവൻ തെരുവിലേക്ക് ഇറങ്ങുകയും എങ്ങോട്ടെന്നില്ലാതെ ഓടിപ്പോവാനും തുടങ്ങും. എന്നാൽ ഇതിനിടെ ഒരുത്തൻ അവനെ പിടിക്കുകയും ഒരു കൂട്ടിൽ കൊണ്ടുപോയി ഇടുകയും ചെയ്യും. ഇതോടെ അവൻ ഇതേതാ സ്ഥലമെന്നൊക്കെ പട്ടിയോട് ചോദിക്കുകയും ഇതെന്താ പട്ടികളെ വിൽക്കുന്ന സ്ഥലമാണോ എന്നും ചോദിക്കുന്നു. ഇത് പട്ടികളെ വിൽക്കുന്ന സ്ഥലമൊന്നുമല്ല, ഇത് സയന്റിസ്റ്റ് സൈമന്റെ സ്ഥലമാണ്. സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ നിന്റെ രോമത്തിലൊക്കെ എന്താ പറ്റിയെന്ന് അവൻ ചോദിച്ചതും ഇവിടെയുള്ള ആ സൈമൺ തെരുവിലെ പട്ടികളെ വെച്ച് ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്യും. അത് നമുക്ക് വലിയ വേദന തരുമെന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. സത്യത്തിൽ ആ പട്ടിയുടെ രോമമൊക്കെ സൈമന്റെ പരീക്ഷണങ്ങൾ കൊണ്ട് കൊഴിഞ്ഞു പോയതാണ്. ഇതേസമയം സൈമൺ ആണെങ്കിൽ അവൻ പരീക്ഷണങ്ങൾ നടത്തുന്ന ലാബിലേക്ക് പോകാൻ നോക്കിയതും ഈ രാത്രിയിലൊന്നും ലാബിലേക്ക് കടത്തിവിടാൻ പറ്റില്ല എന്ന് അവിടെയുള്ള സെക്യൂരിറ്റി പോലീസായ ഡാൻ പറയുന്നുണ്ടെങ്കിലും സൈമൺ അവന്റെ ഐഡി കാണിക്കുകയും ഇവിടുത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് ഞാനാണെന്നും പറയുകയും ഇനി തെറ്റുകൾ ആവർത്തിക്കരുതെന്നും പറഞ്ഞ് ലാബിലേക്ക് പോകുന്നു. കൂടാതെ പോലീസിലെ കാഡ് എന്ന ഒരുത്തൻ സൈമന്റെ അസിസ്റ്റന്റ് ആണ്. അവനാണ് നമ്മുടെ ഹീറോ പട്ടിയെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഇത് ബോംബിന് പകരം ഒരു ഇറച്ചി കഷ്ണമാണ് കണ്ടെത്തിയതെന്ന് പറഞ്ഞാണ് ഇതിനെ പുറത്താക്കിയതെന്നും പറയുമ്പോൾ സത്യത്തിൽ ഈ പട്ടികളെ ഒന്നും ട്രെയിൻ ചെയ്ത് ശരിയാക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ഇതിന്റെ DNA തന്നെ മാറ്റി എടുക്കണമെന്ന് സൈമൺ പറയുകയും ഈ കാര്യം ഞാൻ മേയറിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അയാൾ എന്നെ ചിരിച്ച് കളിയാക്കുകയാണ് ചെയ്തതെന്നും പറയും. അങ്ങനെ കാഡിനോട് ആ പട്ടിയെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞതും അവൻ അതുപോലെ ചെയ്യുകയും സൈമൺ ഈ സമയം മനുഷ്യന്റെ DNA ഒക്കെ മിക്സ് ആക്കി ശരിയാക്കുകയും ഇത് ഒരുപാട് വേദനിക്കുമെന്നും പറഞ്ഞ് സൈമൺ അവനെ ഇഞ്ചക്ട് ചെയ്യാൻ പോയതും ആദ്യം പട്ടി തുമ്മുകയും അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനും നോക്കുന്നു. ഓടുന്നതിനിടെ അവിടെയുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയോ സ്വിച്ചൊക്കെ അമർന്ന് പൊട്ടിത്തെറിക്കുകയും സൈമൺ അതിനെ പിടിക്കാൻ നോക്കുന്നതിനിടെ അവൻ വർഷങ്ങളായി കണ്ടുപിടിച്ച റിസർച്ച് ലിക്വിഡ് വെച്ചിരിക്കുന്ന ഷെൽഫിലേക്ക് പട്ടി കയറാൻ നോക്കിയതും അത് മൊത്തം അതിന്റെ മേലേക്ക് വീഴുകയും സൈമൺ ഇത് കണ്ട് വട്ടാവുകയും ചെയ്യുന്നു. നമ്മുടെ പട്ടിയാണെങ്കിൽ അപ്പോഴേക്ക് എണീറ്റതും അവന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചത് കണ്ട് അത് വർക്കായെന്നും പറഞ്ഞ് ഞെട്ടുകയും പട്ടി പുറത്തു പോകാതിരിക്കാൻ ഡോറ് ക്ലോസ് ചെയ്യുമെങ്കിലും ജെറ്റ് സ്പീഡിൽ അത് പുറത്തേക്ക് അങ്ങ് പൊക്കളയുന്നു. അപ്പോഴേക്കും ലാബ് മൊത്തത്തിൽ കത്തി നശിച്ച് പോവുകയാണ്. ഇവിടെ പുറത്ത് ചാടിയ നമ്മുടെ പട്ടിയാണെങ്കിൽ ഒരുപാട് വിശന്നതും അവിടെയുള്ള വേസ്റ്റിലൊക്കെ എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് നോക്കുകയാണ്. എന്നാൽ ആ സമയം തന്നെ 3 പട്ടികൾ അങ്ങോട്ടേക്ക് വരികയും ഇത് ഞങ്ങളുടെ ഏരിയ ആണ്, അവിടെ വന്ന് നീ ഞങ്ങളുടെ സാധനം എടുക്കുന്നുവെന്ന് ചോദിച്ചതും എനിക്കത് അറിയില്ലായിരുന്നു എന്ന് നമ്മുടെ പട്ടി പറയുന്നുണ്ടെങ്കിലും അവരൊന്നും കേൾക്കാതെ അവനെ പിടിക്കുന്നു പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഹീറോ അവിടെ നിന്നും ഓടുകയും മറ്റവന്മാര് പുറകെ തന്നെ അവനെ പിടിക്കാനായി വെച്ച് പിടിക്കുകയും ചെയ്യും. അങ്ങനെ ഓടി ഓടി ഹീറോ ആണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിക്കിട്ട് ഇടിച്ചതും അവനെ പിടിക്കാൻ വന്നവർ അവിടെ നിന്നും ഓടിക്കളയാം. ഇതോടെ വണ്ടി ഓടിച്ചിരുന്ന ഡാൻ ഇറങ്ങി നോക്കുമ്പോൾ വണ്ടിയുടെ അടിയിൽ ഒരു പട്ടിയെ കണ്ട് ഭാഗ്യം നിനക്കൊന്നും പറ്റില്ലല്ലെന്ന് പറഞ്ഞ് അവനെ എടുക്കുകയും അവന്റെ പേര് നോക്കുകയും ചെയ്യുന്നു. എന്നാൽ അവന്റെ മേലെ പേരൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതൊരു തെരുവ് പട്ടിയാണെന്ന് അയാൾക്ക് മനസ്സിലാവുകയും നീ എന്റെ വീട്ടിലേക്ക് പോരെന്നും പറഞ്ഞ് അയാൾ അതിനെ വണ്ടിയിലേക്ക് കയറ്റുന്നു. അപ്പോഴാണ് വണ്ടിയുടെ മുന്നിൽ കാണിക്കുന്നത് പട്ടി ഇടിച്ചിരിക്കുന്ന സ്ഥലം ആകെ ചാളങ്ങി പോയിരിക്കുകയാണ്. പക്ഷെ അവനൊന്നും പറ്റിയിട്ടുമില്ല. ഡാൻ ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവനെയും കൊണ്ട് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ കാണിക്കുന്നത് ഡാനിന്റെ മകനായ ജാക്കിനെയാണ്. അവനങ്ങനെ കമ്പ്യൂട്ടറിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പുറത്തെത്തിക്കൊണ്ട് അവനെ പുറത്തേക്ക് വിളിക്കുന്നു. ഇതോടെ അവനാണെങ്കിൽ ഒരു പട്ടിയെ കൊണ്ട് അച്ഛൻ വന്നിരിക്കുന്നത് കണ്ട് നിങ്ങൾ എന്തിനാ പട്ടിയെ മേടിച്ചേ? സത്യത്തിൽ ഞാനിത് മേടിച്ചൊന്നുമല്ല, എനിക്കിവനെ തെരുവിന്ന് കിട്ടിയതാണ്. ഇനിയിപ്പോ ഇവനും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നത് ജാക്കിന് മൃഗങ്ങളെ ഒന്നും അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവൻ എന്തൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഈ സമയം ആ നായ്ക്കുട്ടി ഡാനിന്റെ ഷൂ നക്കാൻ തുടങ്ങിയതും നമുക്കിവനെ ഒരു പേരിട്ടാലോന്നും പറഞ്ഞ് ആലോചിക്കുകയും ഷൂഷൈൻ എന്ന് പേരിടുകയും ചെയ്യും. പേരൊക്കെ കൊള്ളാം, പക്ഷേ എനിക്ക് പട്ടികളൊന്നും തീരെ ഇഷ്ടമല്ല. പിന്നെ എന്നെ സന്തോഷിപ്പിക്കാൻ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ലെന്ന് അവൻ പറയുമ്പോൾ മോനെ ഞാൻ കരുതിയത് നിനക്കത് ഇഷ്ടപ്പെടുമെന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇനിയിപ്പോ തീരെ പറ്റില്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുമ്പോൾ അവനെ
എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോളാമെന്ന് അച്ഛൻ പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് പൊക്കളയാൻ. അങ്ങനെ ജാക്കും വീടിന്റെ ഉള്ളിലേക്ക് കയറുന്നതിനിടെ പട്ടിയും ഉള്ളിലേക്ക് കയറി വരുന്നു. എന്നാൽ പെട്ടെന്ന് ജോലി ആവശ്യത്തിന് ഡാനിന് കോൾ വന്നതുകൊണ്ട് ഇപ്പൊ തന്നെ പോകുമെന്ന് പറയുന്നതോടെ അപ്പോ ഇവന്റെ കാര്യമോ? ഇവനെ കൊണ്ടുപോകുന്നില്ലേ? കുറച്ചു സമയമെങ്കിലും അവനിവിടെ നിൽക്കട്ടെ, ചിലപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ടാലോ? എനിക്ക് ഇഷ്ടപ്പെടാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഇവന് ഭക്ഷണം നിന്ന് അവിടെ എവിടെയെന്നും അപ്പിയിട്ട എനിക്ക് വയ്യെന്നും പറയുമ്പോ അതൊക്കെ അപ്പ നോക്കാമെന്ന് ഡാനും പറയുകയും അവൻ ജോലിക്കായി പോവുകയും ചെയ്യും. കൂടെ സ്കൂളിലേക്ക് ജാക്കും പോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഷൂഷൈൻ വീട്ടിൽ ഒറ്റക്കായതുകൊണ്ട് അവൻ ഉറങ്ങാൻ തുടങ്ങുന്നു. അപ്പോഴാണ് സൈമൺ ലാബിൽ വെച്ച് പറഞ്ഞ കുറെ കാര്യങ്ങൾ അവൻ സ്വപ്നം കാണുന്നത്. ഞാൻ ഈ ഉണ്ടാക്കിയ റിസർച്ച് വർക്കായാൽ ചീറ്റയെ പോലെ ഓടാനും പരുന്തിനെ പോലെ പറക്കാനും ആനയെ പോലെ ശക്തിയും ആ പട്ടിക്ക് കിട്ടുമെന്ന സ്വപ്നം കണ്ട് ഷൂഷൈൻ ഞെട്ടി എഴുന്നേൽക്കുന്നു. ആ സമയമാണ് അവന് വിശക്കുന്നത്. ഇതോടെ അടുക്കളയിലേക്ക് പോയി ഫുഡ് മണത്ത് കണ്ടുപിടിക്കുകയും ആ ടിന്ന് അടിച്ച് പൊളിക്കാനും നോക്കുമ്പോൾ ശക്തി കൊണ്ട് പൊളിഞ്ഞി അത് എല്ലാ സ്ഥലത്തും തെറിച്ചതും അവന് വേണ്ടത് അവിടെ നിന്നും ആക്കി തന്നു. ഈ സമയം തന്നെ പുറത്തു നിന്ന് എന്തോ സൗണ്ട് കേട്ട് നോക്കുമ്പോൾ അവിടേക്ക് പോസ്റ്റ്മാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ പട്ടി വരകം പോലെ ഷൂഷൈനും കുരച്ചതും ഒന്നുകൂടെ സൗണ്ട് കൂട്ടി എന്നൊക്കെ പറഞ്ഞ് അയാൾ കളിയാക്കുന്നു. ഇത് കണ്ട ഷൂഷൈൻ ഒച്ചത്തിൽ കരക്കുകയും ഗ്ലാസ് വരെ പൊട്ടിപ്പോയതോടെ അയാൾ അവിടെ നിന്നും ഓടി തള്ളുന്നു. അപ്പോഴാണ് അവൻ സോഫയുടെ അടിയിൽ ഒരു ബോൾ കാണുന്നത്. അങ്ങനെ അതെടുക്കാൻ നോക്കിയതും ശക്തി കൊണ്ട് സോഫ തീർച്ചങ്ങ് പോകുന്നത് കണ്ട് ഇതൊക്കെ എന്നെ കൊല്ലാൻ നോക്കുവാണെന്നാണ് അത് ചിന്തിക്കുന്നത്. അവൻ ഇതുവരെ ഇതൊക്കെ അവന്റെ ശക്തിയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടെ ജാക്ക് അവന്റെ സ്കൂളും കഴിഞ്ഞ് അവിടുത്തെ കോലം കണ്ട് ആകെ ഞെട്ടിപ്പോവുകയാണ്. അച്ഛനെങ്ങാനും ഇത് കണ്ട നിന്നെ കൊന്നുകളയുമെന്നാണ് ജാക്ക് പറയുന്നത്. ഇത് കണ്ട ഷൂഷൈനാണ് സത്യത്തിൽ ഞാനിത് അറിഞ്ഞുകൊണ്ടല്ല ചെയ്തതെന്നും പറയുമ്പോ അതാരാ ഇപ്പൊ സംസാരിച്ചേ, ആരാ വീട്ടിൽ കയറിയെന്ന് ചോദിക്കുമെങ്കിലും ആരെയും കാണുന്നില്ല. അതുകൊണ്ട് പട്ടിയുടെ അടുത്ത് പോയി നീ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചതും ഞാൻ ആരും കണ്ടില്ലല്ലോ എന്ന് പട്ടിയും പറയുന്നു. ഇതോടെ നീ സംസാരിക്കൂ എന്ന് പറഞ്ഞ് ആകെ ഞെട്ടുകയും ഞാൻ സംസാരിക്കുന്നത് നിനക്കെങ്ങനെ മനസ്സിലാവുന്നതെന്ന് ചോദിച്ച് പട്ടിയും ഞെട്ടിപ്പോകും. ഇതോടെ രണ്ടുപേരും പേടിച്ച് അലറുകയാണ്. ഞാക്കാണെങ്കിൽ പുറത്തേക്ക് വന്ന് ഇതൊക്കെ വെറും തോന്നലുകളാണെന്ന് സ്വയം പറയുമെങ്കിലും പട്ടി വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ട് അടുത്തോട്ടേക്ക് വരുന്നത് കണ്ട് നീ ഒന്ന് സംസാരിക്കുന്നത് നിർത്തുവോ, ഇതൊക്കെ എന്റെ തോന്നലാണ് എന്നും പറയുന്നുണ്ടെങ്കിലും നീ സംസാരിക്കുന്നത് എനിക്കും കേൾക്കാം, ഇവിടെ എന്താ സംഭവിച്ചെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല എന്ന് പട്ടിയും പറയുകയും രണ്ടുപേരും കുറെ ദൂരം നടന്നു പോവുകയും ചെയ്യും. അങ്ങനെ സംസാരിച്ച് ഷൂഷൈന് തന്നെയാണ് മനുഷ്യന്മാരോട് സംസാരിക്കാനുള്ള കഴിവ് കിട്ടിയതെന്ന് ജാക്കിന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ നീ എങ്ങനെ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചതെന്ന് ചോദിക്കുമെങ്കിലും അതെങ്ങനെയാണെന്നും അവനെ പോലും അറിയില്ല. ആ സമയമാണ് അവന്റെ സ്കൂളിൽ പഠിക്കുന്ന മോളി എന്ന ഒരു പെൺകുട്ടി അവനെ കണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അവളാണ് നീ ഇവിടെ ഇരുന്ന് ആരോടാ സംസാരിച്ചതെന്ന് ചോദിച്ചതും ഞാൻ എന്റെ പട്ടിയോടാണെന്ന് അവനൊരു തമാശയോടെ പറയുന്നു. അതോടെ എനിക്കും പട്ടിയുണ്ടെന്ന് പറഞ്ഞ് പോളിയെ വിളിക്കുകയും അവൾ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് ഷൂഷൈന് ഇഷ്ടപ്പെടുകയും അവൻ അവളോട് സംസാരിച്ച് എന്റെ പേര് ഷൂഷൈനാണെന്നും അവർ തമ്മിൽ പട്ടികളുടെ ഭാഷയിൽ സംസാരിക്കുകയും നിന്നെ ഇതുവരെ ഇതിനു മുന്നേ ഒന്നും ഈ പാർക്കിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് പോളി ചോദിക്കുമ്പോൾ അതെ ഞാനിവിടെ പുതിയതാണെന്നും പറഞ്ഞ് അവൻ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോഴേക്ക് മോളി പോളിയെ വിളിക്കുകയും എന്റെ മാസ്റ്റർ വിളിച്ചു, അപ്പൊ ഞാൻ പോവാണെന്നും പറഞ്ഞ് അവിടെ നിന്നും പൊക്കളയുന്നു. സത്യത്തിൽ ഷൂഷൈന് പോളിയെ വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവളെ ഞാൻ ഉറപ്പായും ഉടൻ തന്നെ സെറ്റാക്കുമെന്നും അവൻ മനസ്സിൽ പറയുന്നു. ഈ സമയം ജാക്ക് ആണെങ്കിൽ ഒരു സാധനം വലിച്ചങ്ങ് എറിഞ്ഞതും ഷൂഷൈൻ അത് ജെറ്റ് പോലെ പോയി എടുത്തു കൊടുത്തതും അതെന്താ ഞാനിപ്പോ കണ്ടേന്ന് പറഞ്ഞ് അവൻ ഞെട്ടി പോവുകയാണ്. അങ്ങനെ അവന്റെ അടുത്ത കഴിവ് നോക്കാൻ വേണ്ടി ഒരു വടി മണ്ണിൽ കുഴിച്ചിടാൻ പറഞ്ഞതും JCB കുത്തുന്ന പോലെയുള്ള കുഴിയെടുത്ത് അവിടെ അത് കുഴിച്ചിടുന്നു. ജാക്ക് ആണെങ്കിൽ ഇതെങ്ങാനും ആരെങ്കിലും കണ്ട ആകെ പ്രശ്നമായനെന്ന് പറഞ്ഞ് അടുത്ത് ആരെങ്കിലും അത് കണ്ടോ എന്ന് ഒളിച്ച് നോക്കുകയാണ്. ശേഷം അവന്റെ അടുത്ത കഴിവ് നോക്കാൻ വേണ്ടി നിനക്ക് എത്ര ദൂരം വരെ മണം പിടിക്കാൻ പറ്റുമെന്ന് നോക്കാൻ പറയുമ്പോ എനിക്ക് ഈ മണം പിടിക്കാൻ ശ്രമിക്കുമ്പോ വല്ലാതെ അസ്വസ്ഥത ഉണ്ടാവും, എന്നാലും നീ ശ്രമിക്കടാ എന്ന് വീണ്ടും ജാക്ക് പറയുന്നത് കേട്ട് അവൻ ശ്രമിക്കുകയും തുമ്മി തെറിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ അതിനുശേഷം ഇവിടെ അടുത്തുള്ളവർ എന്താണ് പറയുന്നതെന്ന് നിനക്ക് കേൾക്കാൻ പറ്റുമെന്ന് ജാക്ക് ചോദിച്ചതും അവൻ അതിന് ശ്രമിക്കുകയും എത്രയോ ദൂരെയുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്നതൊക്കെ അവന് ക്രിസ്റ്റൽ ക്ലിയർ ആയി കേൾക്കാനും തുടങ്ങുന്നു. അപ്പോഴാണ് മോളിയെ ഏതോ കള്ളൻ പിടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് അവൾ കരയുന്ന ശബ്ദം അവൻ കേൾക്കുന്നത്. ഇതോടെ ഉടൻ തന്നെ നമുക്ക് അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഷൂഷൈൻ ഓടുകയും പുറകെ തന്നെ ജാക്കും ഓടാൻ നോക്കുകയും ചെയ്യും. പക്ഷെ അവനാണെങ്കിൽ ഒരുപാട് സ്പീഡിലാണ് പോകുന്നത്. ഓടുന്നതിനിടെ സ്പീഡ് കൂടി പറന്നൊക്കെ പോവുകയും വണ്ടിക്കൊന്നും ഇടിക്കാതെ കാഷ്ടിച്ച് ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ട് പോകുമെങ്കിലും റോഡ് സൈഡിലുള്ള ഒരുപാട് സാധനങ്ങൾ തട്ടി പൊളിച്ചാണ് അവൻ പൊക്കോണ്ടിരിക്കുന്നത്. കൂടാതെ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലൂടെ കയറി മൊത്തം പൊളിച്ച് പുറത്തേക്കൊക്കെ എത്തുന്നുണ്ട്. അങ്ങനെ അവസാനം എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടി രണ്ട് കള്ളന്മാർക്കും പണി കിട്ടുകയും മോളിയുടെ ക്യാമറ കള്ളൻ തട്ടി വീഴുന്നത് കണ്ട് അതും പിടിച്ച് സേഫായി തറയിൽ വെക്കുകയും മോളിയും പോളിയും കാണുന്നതിന് മുന്നേ അവിടെ നിന്ന് പൊക്കളയുകയും ചെയ്യും. ഇതോടെ എല്ലാം കഴിഞ്ഞതും പോളി അവളുടെ ക്യാമറ എടുക്കുമ്പോൾ ഒരു പട്ടിയുടെ വായയാണ് അതിൽ ഫോട്ടോ ആയി വന്നിരിക്കുന്നത്. അവൾക്കാണെങ്കിൽ അത് കണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ജാക്കാണെങ്കിൽ ഷൂഷൈൻ പൊളിച്ചിട്ടിരിക്കുന്ന ഷോപ്പൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടു പോകുന്നു. മറ്റേ മോളിയുടെ അടുത്ത് അപ്പോഴത്തേക്ക് പോലീസ് എത്തുകയും കംപ്ലൈന്റ് ഒക്കെ എഴുതി വാങ്ങി അവൾ പറയുന്ന പ്രകാരം അവളെ രക്ഷിച്ച ആളുടെ ഫോട്ടോയും വരക്കുന്നു. പക്ഷെ
അവസാനം അത് ഒരു മനുഷ്യന്റെ ഫോട്ടോ ആയിട്ടാണ് മാറുന്നത്. അങ്ങനെ അന്ന് രാത്രിയായതും ജാക്ക് വീട്ടിലേക്ക് എത്തിക്കൊണ്ട് ഷൂഷൈനെ കണ്ടതും, ജാക്ക് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഇന്ന് കടയും ബിൽഡിംഗ് ഒന്നും തകർത്തത്. എടാ അതൊന്നും പ്രശ്നമല്ല, നീ ഇപ്പൊ ഒരു ഹീറോ ആണെന്ന് ജാക്കും പറയുമ്പോ എനിക്ക് ഹീറോ ആവാനൊന്നും താല്പര്യമില്ല. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ടാണ് പോളിയെ ഞാൻ രക്ഷിച്ചതെന്നും എനിക്കിങ്ങനെ സൂപ്പർ പവറുള്ള കാര്യം നിന്റെ അച്ഛൻ പോലും അറിയണ്ട എന്ന് ഷൂഷൈൻ പറയുകയും ജാക്ക് അതിന് സമ്മതിക്കുകയും ചെയ്യും. എന്നിട്ട് അവർ അലങ്കോലമായ വീട് വൃത്തിയാക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് ആരോ പുറത്തു നിന്ന് ബെല്ലടിക്കുന്നത്. ഇതോടെ ജാക്ക് ചെന്ന് നോക്കിയതും അത് നമ്മുടെ സൈമൺ സയന്റിസ്റ്റിന്റെ അസിസ്റ്റന്റ് ആണ് വന്നിരിക്കുന്നത്. അയാളാണ് എന്റെ ഈ പട്ടിയെ കാണാനില്ല, നിങ്ങൾ ഈ പട്ടിയെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിൽ നിന്നും എന്തോ വീണ് പൊളിയുന്ന സൗണ്ടും കേൾക്കുന്നു. ഇത് കേട്ട അവനാണ് അതെന്താ സൗണ്ട് കേട്ടെ എന്ന് പറഞ്ഞ് അവന് സംശയം തോന്നുമെങ്കിലും അതെന്റെ കണ്ണ് കാണാൻ പറ്റാത്ത അപ്പൂപ്പനാണെന്നൊക്കെ പറഞ്ഞ് അവൻ എങ്ങനെയൊക്കെയോ കഷ്ടിച്ച് അവനെ അവിടെ നിന്നും പറഞ്ഞു വിടുകയും നിനക്കവനെ അറിയോ എന്ന് ഷൂഷൈനോട് ചോദിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അവനെയൊന്നും അറിയത്തില്ല എന്നാണ് ഷൂഷൈനും പറയുന്നത്. ഇതേ സമയം തന്നെ അവന്റെ അച്ഛൻ പുറത്ത് വന്ന സൗണ്ട് കേട്ടതും ഞാൻ എന്റെ അച്ഛനെ പുറത്ത് കുറച്ചു നേരമെങ്കിലും എങ്ങനെയെങ്കിലും പിടിച്ചു വെക്കാം, അപ്പോഴൊക്കെ നീ വീട് വൃത്തിയാക്കെന്ന് പറയുകയും പുറത്തോട്ട് പോവുകയും ചെയ്യുന്നു. നമ്മുടെ മടിയൻ ഷൂഷൈനാണെങ്കിൽ പൊട്ടിയ സാധനത്തിന്റെ മേലെ തുണി വെച്ച് മറക്കുന്നതാണ് അവന്റെ വൃത്തിയാക്കൽ. ജാക്കാണെങ്കിൽ അച്ഛൻ ഉള്ളിലേക്ക് പോവാതിരിക്കാൻ നമുക്ക് ചുമ്മാ സംസാരിച്ചോണ്ടൊന്ന് കുറച്ചു സമയം നടന്നാലോ എന്ന് അച്ഛനോട് ചോദിച്ചത് കേട്ട് അയാൾക്കത് സന്തോഷമാവുന്നുണ്ടെങ്കിലും അതിനിടെ തന്നെ അവിടുത്തെ ചില്ലൊക്കെ പൊട്ടിയിരിക്കുന്നതായി കാണുന്നു. ഇത് കണ്ട അയാളാണ് അതെന്താ പറ്റിയെന്ന് ജാക്കിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും പറയാൻ കഴിയുന്നില്ല. അതോടെ ഉള്ളിലേക്ക് വന്ന് എല്ലാം കാണുകയും ഷൂഷൈനാണ് ഇതെല്ലാം ചെയ്തതെന്നും അയാൾക്ക് മനസ്സിലാവുന്നു. ഇവനെ ഞാൻ ഉറപ്പായും നാളെ തന്നെ എവിടെയെങ്കിലും കൊണ്ടിടും. അച്ഛാ അയ്യോ അങ്ങനെ ചെയ്യല്ലേ, എനിക്കിപ്പോ അവനെ വലിയ ഇഷ്ടമാണ്. എടാ നീയല്ലേ ഇന്നലെ പറഞ്ഞേ നിനക്ക് പട്ടിയെ വേണ്ടെന്ന്, അതൊക്കെ അപ്പോ പറഞ്ഞു പോയതാണ്, പക്ഷെ ഇപ്പൊ എനിക്ക് ഇവനെ വേണമെന്ന് ജാക്ക് പറയുന്നത് കേട്ട് അയാൾ അതിന് സമ്മതിക്കുകയും ഇനി ഇങ്ങനെയൊന്നും വരാതെ അവനെ നല്ലപോലെ ട്രെയിൻ ചെയ്ത് ശരിയാക്കണമെന്നും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വില്ലൻ സൈമൺ സയന്റിസ്റ്റിനെയാണ്. അവന്റെ ലാബും റിസർച്ചും ഒക്കെ ഇപ്പൊ നശിച്ചു പോയതുകൊണ്ട് ഇപ്പൊ ഒരു അണ്ടർഗ്രൗണ്ട് ടണലിലേക്ക് മാറുകയും ഇവിടെ നമുക്ക് റിസർച്ച് വീണ്ടും തുടങ്ങണമെങ്കിൽ ഒരുപാട് പൈസ വേണം, അതിന് നമ്മൾ ഉടൻ തന്നെ പൈസ ഉണ്ടാക്കാൻ ഒരു മാർഗം കണ്ടെത്തണമെന്നും പറയുന്നു. ഇവിടെ ഷൂഷൈനും ജാക്കും ആണെങ്കിൽ ഒരുമിച്ച് ടൗണിലൂടെ നടക്കുവാണ്. അവരിപ്പോ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കുന്നു. എന്നാൽ ഈ സമയം ടൗണിലുള്ള കടക്കാരൻ ഹോട്ട് ഡോഗ് എന്ന് വിളിച്ചു പറയുന്നത് കേട്ട് അപ്പോ ഇയാള് പട്ടിയെ കൊന്നിട്ടാണോ ഈ ഫുഡ് ഉണ്ടാക്കുന്നത്? അല്ലടാ, അത് ഭക്ഷണത്തിന്റെ പേര് മാത്രമാണെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരവിടെ ഇരുന്ന് സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് പൂച്ച മൃഗങ്ങളുടെ ഭാഷയിൽ ഷൂഷൈനെ കളിയാക്കുന്നത്. എന്നാൽ അപ്പൊ തന്നെ ജാക്ക് കാണാതെ പറന്ന് അതിനെ മരത്തിന്റെ മേലെ അങ്ങ് ഇട്ട് കളഞ്ഞ് തിരിച്ചു വരുന്നു. ഇതോടെ ജാക്ക് അവനെ ഡോഗ്സിന്റെ കമാൻഡ് പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കൂ, നിൽക്കൂ, കിടക്കൂ എന്ന് പറഞ്ഞ് ഒരു മിനിറ്റിനകം മൊത്തം പഠിപ്പിക്കുകയും ഷൂഷൈന്റെ പേരുള്ള ഒരു കോളർ അവന്റെ കഴുത്തിൽ ഇട്ടും കൊടുക്കുന്നു. ഇതേണ്ട അവനാണെങ്കിൽ ഇതെന്തിനാ ഇതെന്ന് ചോദിച്ചതും ഇനിയെങ്ങാനും നീ എവിടെയെങ്കിലും പെട്ടുപോയ ആൾക്കാർ നിന്നെ ഇതിലെ അഡ്രസ്സ് നോക്കി നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുമെന്നും പറയുകയും അവന് വലിയ സന്തോഷമാവുകയും ചെയ്യുന്നു. ഇവിടെ സൈമണും കാഡും പോലീസുകാരൊന്നും കാണാതെ ലാബിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പൊ തന്നെ അവിടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ ഡാൻ വരുന്നുണ്ടെങ്കിലും ഡാൻ ആരെയും അവിടെ കാണാത്തോണ്ട് സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തി തിരിച്ചു പോകുന്നു. ഡാൻ പോയതോടെ ഒളിച്ചെടുത്ത് നിന്ന് അവർ എഴുന്നേൽക്കുകയും അവർക്ക് വേണ്ട സാധനങ്ങൾ അവിടെ നിന്നും എടുക്കുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് ജാക്കിനെയും ഷൂഷൈനെയുമാണ്. ജാക്കാണെങ്കിൽ ഫുഡ് കഴിക്കുന്നത് കണ്ട് എനിക്കും അത് തരുമോയെന്ന് ഷൂഷൈൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊരു കളിപ്പാട്ടം ഇറച്ചി കൊടുത്ത് ജാക്ക് അവനെ പറ്റിക്കുന്നു. ആ സമയമാണ് ടിവിയിൽ പോലീസ് നായെ ട്രെയിൻ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് അവനാണ് നിന്നെയും പോലീസിൽ ചേർത്താലോ എന്ന് ചോദിക്കുമെങ്കിലും പോലീസിലൊന്നും ചേരാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഷൂഷൈൻ ഒഴിഞ്ഞു മാറുകയും അവൻ മുന്നേ പോലീസായിരുന്നു എന്നുള്ള കാര്യം അവൻ മറച്ചും വെക്കുന്നു. ജാക്കാണെങ്കിൽ എന്റെ അച്ഛൻ ആദ്യം വലിയ പോലീസായിരുന്നു, പിന്നെ അമ്മ മരിച്ചപ്പോ അയാൾ ജോലി നിർത്തി, എന്നിട്ട് അപ്പ പറഞ്ഞത് എന്നെ നോക്കാനാണ് ജോലി നിർത്തിയതെന്നാണ്. പക്ഷെ ഇപ്പോ വീണ്ടും സെക്യൂരിറ്റി പോലീസായി വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഈയിടെയായി വീട്ടിലേക്ക് വരുന്നത് വളരെ കുറവാണെന്നും പറയുന്നു. ആ സമയം തന്നെയാണ് ടിവിയിൽ വീണ്ടും ഒരു വാർത്ത കാണിക്കാൻ തുടങ്ങുന്നത്. അതിൽ പറയുന്നത് ടൗണിലെ ജ്വല്ലറിയിൽ ഇപ്പോ വലിയ മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, കള്ളന്മാര് ഇപ്പോഴും അതിന്റെ ഉള്ളിൽ തന്നെയാണെന്നും പോലീസ് പറയുകയും ഇത് കേട്ട് നിനക്ക് മോളെയും പോളെയും രക്ഷിച്ചതുപോലെ നിനക്ക് ഇതും നിർത്താൻ പറ്റില്ലേ? അയ്യോ അത് ഞാൻ എങ്ങനെയൊക്കെയോ ചെയ്തതാണ്, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റത്തേയില്ല, എനിക്കിഷ്ടം സാധാരണ പട്ടിക്കുട്ടിയായി ഇവിടെ തന്നെ ജീവിക്കുന്നതാണെന്നും പറഞ്ഞതും എടാ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല, കാരണം നീ എന്റെ കാര്യം തന്നെ നോക്ക്, എനിക്ക് എന്റെ അമ്മയോടൊപ്പം ജീവിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ എനിക്കതിന് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിനക്ക് കഴിവുള്ളത് കൊണ്ട് ഉറപ്പായും രക്ഷിക്കാൻ പറ്റുമെന്ന് പറയുകയും നീ ഒരു ഹീറോ ആയി നിയമിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞു കൊടുത്തതും അവനതിന് സമ്മതിക്കുകയും അവിടെ നിന്നും ജെറ്റ് പോലെ പോവുകയും ചെയ്യുന്നു. പോകുന്നതിനിടെ ഒരു കോസ്റ്റ്യൂം ഒക്കെ അണിഞ്ഞിട്ടാണ് പോകുന്നത്. ഇവിടെ ജ്വല്ലറി കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൈമന്റെ അസിസ്റ്റന്റ് ആയ കാഡാണ്. കാരണം സൈമൺ അവന്റെ റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് പണം വേണം, അതിനാണ് ഈ ജ്വല്ലറി കൊള്ളയടിക്കുന്നത്. അതിന് പാവപ്പെട്ട ഒരുപാട് മനുഷ്യരെ ഹോസ്റ്റേജായി പിടിച്ചു വെച്ച ആ സമയം തന്നെ പറന്ന് അവിടെയോടെയൊക്കെ തട്ടി ഉള്ളിലേക്ക് കയറിയത് കണ്ട് ഒരുത്തൻ അവനെ കൊള്ള വന്നതും ഇടിച്ചങ്ങ് ഇടുകയും ഇതിനിടെ സൈമൺ ആണെങ്കിൽ ക്യാമറയിലൂടെ പട്ടിയെ കണ്ടതും അത് നമ്മുടെ പട്ടിയാണെന്ന് വിളിച്ചു പറയുന്നു. ഇതോടെ ഒരുത്തനും കൂടെ ഷൂഷൈൻ അടിച്ചിടുകയും കാഡ് അവിടെ നിന്നും ഓടി
അങ്ങ് രക്ഷപ്പെടുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞതും പുറത്ത് പോലീസുകാരോട് വന്ന് എല്ലാം സേഫ് ആയിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പറന്നങ്ങ് പോകുന്നു. ഇതോടെ പറക്കാനും സംസാരിക്കാനും കഴിവുള്ള ഒരു സൂപ്പർ ഹീറോ പട്ടി ജ്വല്ലറി മോഷണം തടഞ്ഞു എന്ന് പറഞ്ഞ് വാർത്തയിലൊക്കെ വന്നിരിക്കുകയാണ്. മോൾ ഇത് കണ്ട് ഇവൻ തന്നെയാണ് എന്നെയും രക്ഷിച്ചതെന്ന് അവൾക്കും മനസ്സിലാവുന്നു. ഈ വാർത്ത തന്നെ സൈമണും കാണുകയും ഇവന് കഴിവുകളൊക്കെ കൊടുത്തത് ഞാനല്ലേ എന്ന് പറഞ്ഞ് ദേഷ്യം വരുന്നു. ഈ സമയം ജാക്കും ഇതെല്ലാം കണ്ടു കഴിഞ്ഞതും എടാ നീ ശരിക്കും ഇപ്പോ ഒരു സൂപ്പർ ഹീറോ ആയി മാറിയിരിക്കുകയാണ്, അതുകൊണ്ട് നീ ഇത് തുടർന്ന് ചെയ്തൂടെ? അയ്യോ എനിക്കിത് ചെയ്യുമ്പോ ഒരു സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ എന്നെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാ എന്നെ തിരിച്ചു കൊണ്ടുപോകും. നിന്നെ ആര് കൊണ്ടുപോകാനാ? അയ്യോ അങ്ങനെയല്ല, എന്റെ ഈ പവേഴ്സ് ഒക്കെ പോക്കി നോർമലാക്കി കളഞ്ഞാലോ എന്നാണ് ഉദ്ദേശിച്ചതെന്നും പറയുന്നു. എടാ മോനെ അതിനൊക്കെ വഴിയുണ്ട്. നീ കോമിക്സ് വായിച്ചിട്ടുണ്ടോ? അതിലൊക്കെ സാധാരണ ഒരു മനുഷ്യൻ ഒരു സൂപ്പർ ഹീറോ ആയി കഴിഞ്ഞാൽ അവരെ ആർക്കും അറിയാതിരിക്കാൻ അവര് ഒരു കോസ്റ്റ്യൂം സെറ്റ് ചെയ്യും. അതുപോലെ നമുക്കും സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവന് ഓരോ ഡ്രസ്സുകളായി ഇട്ടുകൊടുക്കുകയും ആ ഒരു കോസ്റ്റ്യൂമിന് പറ്റിയ ഒരു പേരും ഇടുന്നു. ബംബിൾ ഡോഗ്, ഷെർലക് ബോൺസ് എന്നൊക്കെ ഇടുന്നുണ്ടെങ്കിലും അവർക്ക് രണ്ടുപേർക്കും അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവന്റെ അച്ഛന്റെ പഴയ ഒരു ഡ്രസ്സ് എടുക്കുകയും അത് തുന്നിക്കെട്ടി ഒരു ഡ്രസ്സാക്കിയതും അണ്ടർ ഡോഗ് എന്ന് പേരിടുന്നു. അങ്ങനെ അന്ന് മുതൽ സിറ്റിയിലെ എല്ലാ കള്ളന്മാരെയും പീഡിച്ച് പോലീസിന് കൊടുക്കാൻ തുടങ്ങുകയും എന്റെ പേര് അണ്ടർ ഡോഗ് ആണ്, ഞാനുള്ളപ്പോ ആരും പേടിക്കണ്ടെന്ന് പറഞ്ഞ് പറന്നങ്ങ് പോകുന്നു. ഇതോടെ അതെല്ലാം ന്യൂസിൽ വന്ന് അണ്ടർ ഡോഗ് ഹിറ്റ് ആവുകയും ബ്രേക്ക് പോയ വണ്ടിയെ അടക്കം രക്ഷിച്ച് നിർത്തിയത് കണ്ട് മറ്റ് പട്ടികളൊക്കെ ആകെ ഞെട്ടിപ്പോകുന്നു. എന്നിട്ട് ഇപ്പൊ അവൻ കറക്റ്റ് പറക്കാനൊക്കെ പഠിച്ചതുകൊണ്ട് ജാക്ക് ഒരു സാധനം എറിഞ്ഞതും അവൻ ഭൂമി തന്നെ ചുറ്റി വന്ന് എറിഞ്ഞ സാധനം ജാക്കിന് കൊണ്ടുകൊടുക്കുന്നു. അങ്ങനെ ഇപ്പോ സിറ്റിയിലെ മൊത്തം കുറ്റകൃത്യങ്ങളും ആക്സിഡൻസും കുറഞ്ഞതുകൊണ്ട് മേയർ അണ്ടർ ഡോഗ് ഡേ എന്ന് പറഞ്ഞ് ഒരു ദിവസം തന്നെ കൊണ്ടുവരുന്നു. ഇവിടെ സൈമൺ ആണെങ്കിൽ അവന്റെ പുതിയ റിസർച്ച് ഒന്നും വിജയിക്കാത്തത് കൊണ്ട് അണ്ടർ ഡോഗിന്റെ DNA എനിക്ക് വേണം, അതുകൊണ്ട് നീ അവനെ പിടിക്കണമെന്നും കാഡിനോട് പറയുന്നു. ഇതോടെ കാഡന്ന് ഒരു മുത്തശ്ശിയുടെ വേഷവും കെട്ടി ബിൽഡിങ്ങിന്റെ മേലെ നിന്നും വീഴാൻ പോകുന്നത് പോലെ അഭിനയിക്കുകയും അലറുകയും ചെയ്യുന്നു. അങ്ങനെ ആ സമയം തന്നെ അണ്ടർ ഡോഗ് വരുന്നത് കണ്ടതും അവൻ കൈവിടുകയും അണ്ടർ ഡോഗ് അവൻ വീഴുന്നതിന് മുന്നേ രക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് അത് കാഡായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. ഇതിനിടെ കാഡ് അവനെ കയറിൽ കെട്ടി കൊണ്ടുപോകാൻ നോക്കുമ്പോൾ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അണ്ടർ ഡോഗ് അവനെ വലിച്ചുകൊണ്ട് പോവുകയും ഓടി വലിച്ച് അവന്റെ കോളർ പൊട്ടുന്നത് വരെ വലിച്ചു കൊണ്ടുപോകുന്നു. ഇതോടെ ഇതറിഞ്ഞ സൈമൺ ആകെ ദേഷ്യപ്പെട്ട് ഇനി അവനെ എങ്ങനെ പിടിക്കാനാന്ന് പറഞ്ഞ് കാഡിന്റെ അടുത്ത് ചൂടാവുകയാണ്. അതിനിടെയാണ് ഷൂഷൈന്റെ കോളർ കാണിച്ചു കൊടുക്കുന്നത്. അതിലാണെങ്കിൽ അവന്റെ വീടിന്റെ അഡ്രസ് ഉൾപ്പെടെയുണ്ട്. അങ്ങനെ ഷൂഷൈൻ ആണെങ്കിൽ ജാക്ക് സ്കൂളിൽ നിന്നും വരുന്നത് കാത്ത് നിൽക്കുകയും ജാക്ക് അല്പസമയത്തിന് ശേഷം അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. അവനെ കണ്ട ഉടനെ ജാക്ക് ചോദിക്കുന്നത് നിന്റെ കോളർ എവിടെയെന്നാണ്. അതിന് അത് എവിടെയെങ്കിലും കഴിഞ്ഞു പോയതായിരിക്കുമെന്നും ഷൂഷൈനും പറയുകയും അവർ അവിടെ ഇരുന്ന് കുറച്ചു സമയം സംസാരിക്കുന്നു. അതിനിടെ ഒരാൾ വന്ന് ഇത് ബീഗിളിനത്തിൽപ്പെട്ട പട്ടിയാണല്ലേ, നമ്മുടെ അണ്ടർ ഡോഗിനെ പോലെ. അതെ അണ്ടർ ഡോഗിനെ പോലെയാണ്, പക്ഷെ ഇവനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞതും അയാൾ അവിടെ നിന്നും പൊക്കളയുന്നു. ഷൂഷൈൻ ആണെങ്കിൽ നീ എന്തിനാ അങ്ങനെ പറഞ്ഞേ? എടാ ഞാൻ സത്യം പറഞ്ഞ നിന്നെ എല്ലാരും തിരിച്ചറിയില്ല, അതുകൊണ്ട് പറഞ്ഞാണെന്ന് അവനും പറയുന്നു. എന്നിട്ട് പോളിയൊക്കെ കാണുമ്പോൾ അവൻ അണ്ടർ ഡോഗ് ആണെന്ന് ഡൗട്ട് അടിക്കാതിരിക്കാൻ കഴുത്തിൽ മറ്റേ സാധനമൊക്കെ ഇട്ട് നിൽക്കുകയും അവർ രണ്ടുപേരും സംസാരിക്കാനും തുടങ്ങുന്നു. അതിനിടെ മറ്റേ പട്ടി വരികയും നീ അന്ന് വണ്ടി അടിച്ചപ്പോ മരിച്ചില്ലെന്നും ചോദിച്ച് അവനൊന്ന് പേടിപ്പിക്കുകയും അവിടെ നിന്നും പൊക്കളയുകയും ചെയ്യുന്നു. പോളിയാണെങ്കിൽ എടാ ഷൂഷൈനെ നീ ഒരു പേടിത്തൊണ്ടനായിപ്പോയല്ലോ, നീ ആ അണ്ടർ ഡോഗിനെ ഒക്കെ കണ്ട് പഠിക്കണം, അവനെ എങ്ങാനും ഒന്ന് കാണാൻ പറ്റിയാൽ തന്നെ ഒരു ഭാഗ്യമാണെന്ന് അവൾ പറയുമ്പോ നമ്മൾ അണ്ടർ ഡോഗിനെ മനസ്സറിഞ്ഞ് വിളിച്ച അവൻ വരുമെന്നാണ് പറഞ്ഞു കേട്ടതെന്നും അവൻ പറയുന്നു. അങ്ങനെ അന്ന് രാത്രി അവൾ ഒരുപാട് സമയം വിളിക്കുകയും ഇതൊന്നും വർക്കാവില്ല എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോകാൻ നോക്കുന്നതിനിടെ അവൻ മൊത്തം അവിടെ പൊട്ടിച്ചൊക്കെ ഇറങ്ങി വരുന്നു. ഇത് കണ്ട അവളാണ് ആകെ ഞെട്ടിപ്പോകുമ്പോ നീ എന്തിനാ എന്നെ വിളിച്ചതെന്ന് അണ്ടർ ഡോഗ് ചോദിക്കുകയും എന്റെ ഫുഡ് കഴിഞ്ഞു അതുകൊണ്ടാണെന്ന് അവളും പറയുന്നു. ഇതോടെ അവൾ ഓരോന്നൊക്കെ പറഞ്ഞ് അവനോട് സംസാരിക്കുകയും നിന്റെയൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്, കാരണം നിനക്കൊക്കെ എവിടെയും പോകാമെന്ന് അവൾ പറയുമ്പോൾ തന്നെ കൈ പിടിക്കാൻ പറയുകയും അവളെയും എടുത്ത് അവിടെ നിന്നും പറന്നങ്ങ് പോവാനും തുടങ്ങുന്നു. അങ്ങനെ പറന്ന് ഒരു മനുഷ്യന്റെ ഫുഡും അടിച്ചു മാറ്റുകയും എന്നിട്ട് അവളോടത് കഴിക്കാൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഡയറ്റിലാണെന്ന് പറഞ്ഞ് അവൾ ഒഴിയുകയും അവൻ അവളെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. പിറ്റേ ദിവസം രാവിലെ ജാക്കും അവന്റെ അച്ഛനും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഷൂഷൈൻ അങ്ങോട്ടേക്ക് കയറി വന്നത് കണ്ട് എടാ നീ രാത്രിയൊക്കെ എവിടാ പോയെ എന്ന് ചോദിച്ചതും അതൊക്കെ ഉണ്ടെന്ന് അവനും പറയുകയും ഇതോടെ ജാക്ക് ഞങ്ങൾ രണ്ടുപേരും പാർക്കിലേക്ക് പോവുകയാണ്, ഇവനെനിക്ക് കുറച്ചുകൂടെ ഒന്ന് ട്രെയിൻ ചെയ്യാനുണ്ട്, എന്നാ ഞാനും വരട്ടെ നിന്റെ കൂടെ, അല്ലെങ്കിൽ അച്ഛാ നിങ്ങൾ വരണ്ട, നിങ്ങൾ വന്നാൽ ഞങ്ങളുടെ ട്രെയിനിങ് ഒന്നും കറക്റ്റായി പോകത്തില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നു. ഷൂഷൈൻ ആണെങ്കിൽ നിന്റെ അച്ഛൻ നിന്റെ അടുത്ത് അടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നീയാണ് അയാളെ അകറ്റുന്നത്, അതുകൊണ്ട് നീ ഇനി അങ്ങനെ ചെയ്യല്ലേ എന്ന് ഷൂഷൈൻ പറഞ്ഞതും ആടാ ഞാനതൊക്കെ ശരിയാക്കാമെന്ന് അവനും പറയുകയും നീ എങ്ങനെ ഇത്ര സ്മാർട്ട് ഡോഗാ എന്ന് ചോദിച്ച് അവർ മുന്നോട്ട് പോകുന്നു. ഇതേ സമയം തന്നെ ജാക്കിന്റെ വീട്ടിലേക്ക് സൈമണും കാഡും ഷൂഷൈന്റെ കോളറിലെ അഡ്രസ് നോക്കി എത്തുകയും അത് കണ്ട് ഡാൻ ഞെട്ടിപ്പോവുകയും ചെയ്യും. ഇവിടെ ജാക്ക് മോളിയെ കാണാനെത്തിയതും പോളി ഷൂഷൈന്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് എടാ ഞാൻ ഇന്നലെ അണ്ടർ ഡോഗിനെ കണ്ടു, പിന്നെ അവന്റെയോടൊപ്പം പറന്നൊക്കെ പോയിരുന്നു എന്ന് പറയുമ്പോ ഷൂഷൈൻ അത് കേട്ട് ഞെട്ടുന്നത് പോലെ അഭിനയിക്കുന്നു. ഇവിടെ സൈമണും കാഡും ഡാനിനെ
തട്ടിക്കൊണ്ടുപോയി അവരുടെ സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുവാണ്. നിന്റെ പട്ടിക്ക് സൂപ്പർ പവേഴ്സ് കൊടുത്ത് അണ്ടർ ഡോഗ് ആക്കി മാറ്റിയത് ഞാനാണ്, അതുകൊണ്ട് നീ അവനെ വിളി. നീ എന്തൊക്കെയാടെ പറയുന്നേ? എന്റെ വീട്ടിലെ പട്ടിക്ക് സൂപ്പർ പവേഴ്സ് ഒന്നുമില്ല. നീ പൊട്ടം കളിക്കല്ലേ? നീ അവനെ ഇപ്പൊ വിളിച്ചില്ലെങ്കിൽ പണി പാളുമെന്നും പറഞ്ഞ് അവന്റെ പട്ടികളോട് ചുറ്റും നിൽക്കാൻ പറയുകയും അവനെ നേരെ കൊരക്കുകയും ചെയ്യും. ഇതോടെ വേറെ വഴിയില്ലാത്തോണ്ട് ഡാന് ഒച്ചത്തിൽ ഷൂഷൈൻ എന്ന് വിളിക്കുകയും ഇത് കേട്ട അണ്ടർഡോഗ് കൊരച്ചുകൊണ്ട് ജാക്കിനെയും അത് അറിയിക്കുകയും അവർ മോളിയുടെ അടുത്ത് നിന്ന് ഓടി കുറച്ച് അപ്പുറത്ത് മാറി നിൽക്കുകയും നിന്റെ അച്ഛനെ മറ്റേ ലാബിലുള്ളവൻ പിടികൂടി, അതുകൊണ്ട് ഞാൻ അയാളെ രക്ഷിക്കാൻ നോക്കാം. നീ അപ്പോഴത്തേക്ക് പോലീസിനെ കൂട്ടി വരാൻ പറയുമ്പോ എന്റെ അച്ഛനെ രക്ഷിക്കാൻ ഞാനും വരുമെന്ന് ജാക്കും പറയുകയും ഇതോടെ അവനെയും എടുത്ത് അച്ഛനുള്ള സ്ഥലത്തേക്ക് പറന്ന് പോകാൻ തുടങ്ങുന്നു. ജാക്കാണെങ്കിൽ സൂപ്പർമാൻ പറക്കുന്ന ആക്ഷൻ ഒക്കെ ഇടുന്നുണ്ട്. അങ്ങനെ പോയി അവസാനം അവർ ഡാനിന്റെ അടുത്തേക്ക് എത്തിയത് കണ്ട് ഡാൻ ആകെ ഞെട്ടിപ്പോകുന്നു. കൂടാതെ ജാക്കും കൂടെ ഉണ്ടെങ്കിലും അവനെ കാഡ് പിടിച്ചു വെക്കുന്നു. ഈ സമയം ഷൂഷൈനാണെങ്കിൽ നീ എന്ത് വേണേലും എന്നെ ചെയ്തോ, അയാളെ വെറുതെ വിട്ടേക്ക്. അപ്പൊ നിനക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഡാൻ ഞെട്ടുന്നു. ഇതിനിടെ സൈമൺ അവന്റെ സൂപ്പർ പവേഴ്സ് ഉള്ള DNA എടുത്ത് ഒരു ഗുളികയിലാക്കിയ ശേഷം പട്ടികളുടെ പവേഴ്സ് ഒക്കെ പോകുന്ന ഒരു ഗുളിക എടുത്ത് ഷൂഷൈനും കൊടുക്കുന്നു. എന്നാൽ അത് ഉടനെ തന്നെ അവൻ വാങ്ങി കഴിക്കുന്നുണ്ട്. കാരണം അവനത് കഴിച്ചില്ലെങ്കിൽ ജാക്കിനെയും ഡാനിനെയും സൈമൺ എന്തെങ്കിലും ചെയ്യുമോ എന്ന് കരുതിക്കൊണ്ട്. ഇതോടെ അവന്റെ പവേഴ്സ് മൊത്തം പോകുന്നു. അതുകൊണ്ട് തന്നെ അവനെ കൂട്ടിലടച്ച് കളയുകയും സൈമൺ അവന്റെ കൂടെയുള്ള പട്ടികൾക്കൊക്കെ പവേഴ്സ് കിട്ടുന്ന ഗുളിക ചാടിക്കൊടുത്തതും അവര് സൂപ്പർ പവേഴ്സ് ഉള്ള പട്ടികളായി മാറുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും പൊക്കളയുന്നു. ജാക്കിനെ ആണെങ്കിൽ കെട്ടിവെച്ചതുകൊണ്ട് അവനും അനങ്ങാൻ പറ്റുന്നില്ല. സൈമൺ ഈ സമയം പവേഴ്സ് ഉള്ള പട്ടിയുമായി മേയറിന്റെ സ്ഥലത്തേക്ക് എത്തുന്നു. അതിനിടെ ജാക്ക് എങ്ങനെയൊക്കെയോ അവന്റെ കെട്ടഴിച്ച ശേഷം അച്ഛനെയും ഷൂഷൈനെയും രക്ഷിക്കുകയും അച്ഛൻ അവിടെയുള്ള ഒരു സിറിഞ്ചും മെഡിസിനും എടുത്ത് അങ്ങോട്ടേക്ക് പോകുന്നു. ഇവിടെ സൈമൺ മേയറിന്റെ അടുത്തെത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നു. എനിക്കെന്റെ റിസർച്ച് പുനരാരംഭിക്കാൻ $1 ബില്യൺ ആവശ്യമാണ്. പിന്നെ എന്നെ പോലീസുകാരൊന്നും പിടിക്കാനും പാടില്ല. ഇതൊന്നും അംഗീകരിച്ചില്ലെങ്കിൽ മേയറെ കൊന്നുകളയും. അതുകൊണ്ട് അതിൽ ഈ കണ്ടീഷനൊക്കെ അംഗീകരിക്കുന്ന ഒപ്പുവെക്കാൻ പറയുന്നു. പുറത്താണെ മൊത്തം മീഡിയയും പോലീസും നാട്ടുകാരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സമയം കാഡ് എങ്ങോട്ടോ പോകുന്നത് കണ്ട് മോളി അവനെ ഫോളോ ചെയ്ത് പോകുന്നു. അപ്പോഴേക്ക് ജാക്കും ടീമും എത്തുകയും അവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കുന്നു. ഇപ്പൊ ഷൂഷൈനാണ് ഒരു പവറും ഇല്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. കൂടാതെ നാട്ടുകാരൊക്കെ അണ്ടർഡോഗ് എവിടെയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജാക്ക് അവനോട് സംസാരിക്കുന്നു. എടാ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ നിനക്ക് പവർ ഇല്ലെങ്കിലും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. കാരണം നീ ഒരു സൂപ്പർ ഹീറോ ഡോഗ് ആയതുകൊണ്ടല്ല ഞാൻ നിന്നെ സ്നേഹിച്ചതെന്നും അവൻ പറയുന്നു. ഇവിടെ കാഡാണെങ്കിൽ ആ ബിൽഡിംഗിൽ ബോംബ് സെറ്റ് ചെയ്യുകയാണ്. ഇത് ഷൂഷൈന് മണം കിട്ടുകയും എനിക്കൊരു ബോംബ് മണക്കുന്നുണ്ടെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അവൻ ഓടി ബിൽഡിംഗിന്റെ ഉള്ളിലേക്ക് പോകുന്നു. എന്നിട്ട് അവൻ പെട്ടെന്ന് താഴോട്ട് വീണതും ഒരു ഗ്ലോബ് പൊളിഞ്ഞ് നേരെ മേയറിന് കൊണ്ട് ബോധം പോവുകയും സൈമന്റെ മേലെ വീണ് ഗുളികയൊക്കെ തെറിച്ചു പോവുകയും അവിടെ കിടക്കുകയും ചെയ്യും. ഇതോടെ സൈമൺ മറ്റു പട്ടികളോട് അതിനെ തീർക്കാൻ പറഞ്ഞതും അവര് കളിയാക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുമ്പോൾ തന്നെ ഷൂഷൈന്റെ പവർ തിരിച്ച് കിട്ടിയിരിക്കുകയാണ്. കാരണം ആ പവേഴ്സ് ഉള്ള ഗുളിക ഷൂഷൈന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനാടെ അണ്ടർഡോഗ് എന്ന് പറഞ്ഞ് ഓരോന്നിനായി ഇടിച്ച് പറപ്പിക്കുന്നു. അപ്പോഴാണ് ഗുളിക താഴെ പോയിട്ടുണ്ടെന്ന് സൈമണ് മനസ്സിലാവുന്നത്. മറ്റ് പട്ടികളാണെങ്കിൽ ഷൂഷൈനെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കുവാണ്. എന്നാൽ അവൻ കാഷ്ടിച്ച് രക്ഷപ്പെട്ട് ഓടുന്നു. ഇവിടെ കാഡ് ബോംബ് സെറ്റ് ചെയ്യുമ്പോൾ മോളി അവിടെ ഒളിഞ്ഞിരിക്കുന്നത് കാണുകയും അതോടെ അവളെയും ബോംബിന്റെ അടുത്ത് കെട്ടിയിട്ട് കളയുകയും അവളാണെങ്കിൽ എന്നെ സഹായിക്കണേന്ന് പറഞ്ഞ് അലറുകയും ചെയ്യും. സത്യത്തിൽ ഷൂഷൈൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. എന്നാൽ പട്ടികൾ പിടിക്കാൻ വരുന്നത് കൊണ്ട് അവനെ കൊണ്ട് ഇപ്പൊ രക്ഷിക്കാൻ പറ്റത്തില്ല. ഇവിടെ സൈമൺ ആണെങ്കിൽ മറ്റ് പട്ടികൾ ഷൂഷൈനെ പിടിക്കാത്തതുകൊണ്ട് ബോറടിച്ചതും പട്ടികളുടെ പവേഴ്സിന്റെ ഗുളിക അവനും എടുത്ത് കഴിക്കുന്നു. അതിനിടെ തന്നെ ഷൂഷൈൻ മേലെ തട്ടി താഴോട്ട് വീണിരിക്കുകയാണ്. ഇത് കണ്ട സൈമൺ ഉടൻ തന്നെ അവിടെയുള്ള ഒരു വാള് പാറന്നങ്ങ് എടുക്കുകയും ഷൂഷൈൻ അതൊക്കെ ഒരു ബോൾ കൊണ്ട് തകർത്തങ്ങ് കളയുകയും ചെയ്യും. അതോടെ അവൻ അവിടെയുള്ള ഒരു ഷീൽഡ് എടുത്ത് എറിഞ്ഞത് കണ്ട് ഷൂഷൈൻ അത് പിടിക്കാൻ നോക്കുമെങ്കിലും അവനും അങ്ങ് തെറിച്ചു പോകുന്നു. അപ്പോഴേക്ക് മറ്റ് പട്ടികളൊക്കെ ഷൂഷൈനെ കൊല്ലാനായി എത്തിയത് കണ്ട് ഷൂഷൈൻ അവരോട് സംസാരിക്കാൻ തുടങ്ങും. എടാ, നമ്മളൊക്കെ പട്ടികളല്ല, അപ്പൊ നമ്മൾ ഒരുമിച്ചാണ് നിൽക്കേണ്ടത്. പിന്നെ ഈ സൈമൺ നിങ്ങൾ ഇതുവരെ ഒരു വാക്കിന് കൊണ്ടുപോയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളോട് എപ്പോഴെങ്കിലും സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ട്? അതൊക്കെ പോട്ടെ, നിങ്ങൾക്കൊരു പേരെങ്കിലും ഉണ്ടോ എന്ന് ഷൂഷൈൻ ചോദിച്ചതും നമുക്ക് പേരൊക്കെ ഉണ്ടല്ലോ, എന്റെ പേര് കിൽ. അത് എന്റെ പേരല്ലേ എന്ന് മറ്റ് 2 പട്ടികളും പറഞ്ഞതും മണ്ടത്രം കാണിക്കാതെ അവനെ കൊല്ലടാന്ന് സൈമണും പറയുമ്പോ ദേ കേട്ടോ, നിങ്ങളിപ്പോ മണ്ടെന്നാണ് അവൻ വിളിച്ചത് എന്നും കൂടെ പറഞ്ഞു കൊടുത്തതും പട്ടികൾക്ക് ദേഷ്യം വരികയും നമുക്ക് സൈമണ് തീർക്കാമെന്നും പറഞ്ഞ് പട്ടികൾ അവനെ കടിക്കാൻ തുടങ്ങുന്നു. അതോടെ സൈമൺ ആണെങ്കിൽ എന്നെ ഒരുത്തനും തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബോംബ് ആക്ടിവേറ്റ് ചെയ്യുകയും നിനക്ക് 2 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ എന്നും പറയുന്നു. ആ സമയം തന്നെ മേയറിന്റെയും ബോധം വന്നതും അവിടെ നിന്നും എണീറ്റ് ഓടിക്കളയുന്നു. ഷൂഷൈൻ ആണെങ്കിൽ നോർമൽ പട്ടിയെ പോലെ ജാക്കിന്റെ അടുത്തേക്ക് ഓടി വരികയും എനിക്ക് പെട്ടെന്ന് എന്റെ ഡ്രസ്സ് വേണം എന്നും പറയാം. അല്ല, നിനക്കെങ്ങനെ പവർ കിട്ടിയെന്ന് ജാക്ക് ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പറയാൻ സമയമില്ലെന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ജാക്കിന്റെ അച്ഛൻ ഡാൻ ആണെങ്കിൽ മേയർ പുറത്തു വന്നത് കണ്ട് എന്നെ ഉള്ളിലേക്ക് വിടുവാണെങ്കിൽ ഞാൻ ആ സൈമണെ പിടിച്ചുകൊണ്ടുവരാം. കാരണം എനിക്ക് അയാളെ നല്ലപോലെ അറിയാമെന്ന് പറയുമെങ്കിലും മറ്റേ പോലീസിന്റെ ഹെഡ് അതിന് സമ്മതിക്കുന്നില്ല. പക്ഷേ മേയർ നിന്നെ വലിയ പൊസിഷനിലേക്ക് പ്രൊമോട്ട്
പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോവുകയും ഡാനിന്റെ കയ്യിലുള്ള മറ്റേ നോർമൽ DNA കുത്തിവെക്കുകയും അവനെയും പട്ടികളെയും നോർമലാക്കിക്കൊണ്ട് പുറത്തു കൊണ്ടുവരികയും ചെയ്യും. ഇത് കണ്ട് ജനങ്ങളൊക്കെ ആകെ കൈയടിക്കുകയാണ്. അത് കണ്ട് ജാക്കിനും ഒരുപാട് സന്തോഷമാണ്. ഇവിടെ ബോംബ് പൊട്ടാൻ ഇനി 1 മിനിറ്റ് ബാക്കി നിൽക്കെ അണ്ടർഡോഗ് വന്ന് മോളിയെയും പോളിയെയും കെട്ടഴിച്ചു വിട്ട് രക്ഷിക്കുന്നു. എന്നിട്ട് ആ ബോംബും എടുത്ത് അണ്ടർഡോഗ് പോകുന്നത് കണ്ട് അണ്ടർഡോഗ് തിരിച്ചെത്തിയെന്ന് അറിഞ്ഞ് ജനങ്ങളാകെ ആവേശം കൊള്ളുന്നു. അവനാണ് ബോംബ് ഭൂമിക്കടിയിലേക്ക് ആക്കാൻ അവിടെ കുഴിക്കാൻ തുടങ്ങുകയും കുഴിച്ച് ഒരുപാട് ആഴങ്ങളിലേക്ക് കൊണ്ടുപോയ ശേഷം തിരിച്ച് വരുന്നതിനിടെ പെട്ടെന്ന് ബോംബ് പൊട്ടുകയും ആ ഒരു ആഘാതത്തിൽ ഷൂഷൈൻ തെറിച്ച് റോക്കറ്റ് പോലെ ആകാശത്തിലേക്ക് പോവുകയും സ്പേസിലേക്കൊക്കെ എത്തി താഴോട്ട് വീഴാൻ തുടങ്ങുകയും കുറച്ച് സമയത്തിനുള്ളിൽ താഴെ വീഴുകയും ചെയ്യും. അത് കണ്ട് ജാക്ക് ഒരുപാട് കരയുകയും അവൻ മരിച്ചെന്ന് കരുതി അവന്റെ അച്ഛനും ജനങ്ങളുമെല്ലാം സങ്കടപ്പെടുന്നു. എന്നാൽ അല്പസമയത്തിനുള്ളിൽ അവൻ കണ്ണു തുറന്നത് കണ്ട് ജാക്കിനുൾപ്പെടെ എല്ലാവർക്കും സന്തോഷമായിരിക്കുകയാണ്. കൂടാതെ ഇവരുടെ മുന്നിലൊന്നും വെച്ച് എന്നെ ഷൂഷൈനെന്ന് വിളിക്കില്ലേ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പറന്നു പോകുന്നു. ഡാനാണെങ്കിൽ ഇനി പുറം ലോകം കാണാത്ത വിധം സൈമണെയും കാഡിനെയും ജയിലിൽ അടച്ചു കളയുന്നു. ഇവിടെ ഷൂഷൈൻ അവനാണ് അണ്ടർഡോഗ് എന്ന് പറയാതെ സാധാരണ നായ്ക്കുട്ടിയായി പോളിയുടെ അടുത്ത് അഭിനയിക്കുകയും അവളാണെങ്കിൽ അവന്റെ അടുത്ത് അണ്ടർഡോഗിനെ പറ്റി പൊക്കിയടിച്ച് സംസാരിക്കുവാണ്. ഈ സമയം തന്നെ ആരോ സഹായിക്കണേ എന്ന് വിളിച്ചു പറയുന്നത് ഷൂഷൈൻ കേൾക്കുകയും ഇതോടെ അത് കുരച്ചുകൊണ്ട് ജാക്കിനെ അറിയിക്കുകയും അവൻ കുറച്ച് മാറി നിന്ന് അണ്ടർഡോഗിന്റെ ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയും ചെയ്യും. ആ സമയമാണ് മറ്റേ ആദ്യത്തെ പട്ടികൾ ഷൂഷൈന്റെ അടുത്തേക്ക് വരുന്നത്. എടാ, നീ ഞങ്ങളുടെ ഏരിയ വിട്ട് പോയില്ലേ, ഇപ്പൊ പോയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ തീർത്തോളെ എന്നും പറഞ്ഞതും എന്റെ പൊന്നു സഹോദര, എനിക്കിപ്പോ തീരെ സമയമില്ല, അതുകൊണ്ട് വഴിമാറിക്കോ എന്നും പറയുമ്പോ എന്താടാ നീ പേടിപ്പിക്കുവാണോ, നിന്നെ കൊണ്ടൊന്നും കൊരക്കാനല്ലാതെ കടിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞതും ഷൂഷൈൻ ഒറ്റ കൊരവരക്കുകയും അവന്റെ രോമം മൊത്തം ഇളകിപ്പോവുകയും ചെയ്യും. ഇത് കണ്ട് മറ്റ് പട്ടികളൊക്കെ ഇതെന്താ ബോസ് സംഭവിച്ചെന്ന് പറഞ്ഞ് പേടിച്ച് ഓടിക്കളയാൻ. അപ്പൊ തന്നെ ഷൂഷൈൻ അവന്റെ ഡ്രസ്സ് എടുത്തിട്ട് അണ്ടർഡോഗായി മാറിക്കൊണ്ട് ആകാശത്തിലേക്ക് ജെറ്റ് പോലെയും പോകുമ്പോ ആകാശത്തിലേക്ക് നോക്കി എല്ലാരും ഒന്ന് ഒരു കുട്ടി വിളിച്ചു പറയുകയും ഒരു വയസ്സായ ആള് അതൊരു ഫ്ലൈറ്റ് അല്ലേ, അതെന്താ ഇപ്പൊ ഇത്ര കാണാൻ, മാമ ഇത് ഫ്ലൈറ്റോ പക്ഷിയോ ഒന്നുമല്ല, ഇത് ഞാനാണ് അണ്ടർഡോഗാണെന്നും പറഞ്ഞ് പറന്നങ്ങ് പോകുമ്പോ ഈ സിനിമ ഇവിടെ വെച്ച് അവസാനിക്കും. ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തത്. പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയും അതിൽ പറയാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.